പ്രിയപ്പെട്ടവരെ നമസ്കാരം. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക പരിഷ്കരിക്കുകയാണ്. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികകൾ പരിഷ്കരിക്കാറുണ്ട്. പക്ഷേ ബീഹാറിലെ ഇപ്പോഴത്തെ പരിഷ്കരണം അങ്ങനെയല്ല. അതിന് പ്രത്യേകമായൊരു പേരും കൊടുത്തിട്ടുണ്ട്. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്നാണ്, അല്ലെങ്കിൽ പ്രത്യേക തീവ്രമായ അവലോകനം എന്നാണ് അതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. ഈ പരിഷ്കാരത്തിൻ്റെ പ്രത്യേകത 2003 ശേഷം വോട്ടർ പട്ടികയിൽ പേര് വന്നിട്ടുള്ള ആളുകൾ അവരുടെ പൗരത്വ രേഖകൾ വീണ്ടും സമർപ്പിക്കണം എന്നതാണ്. സാധാരണഗതിയിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് അവരുടെ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റും ബർത്ത് സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ താമസരേഖയും ജനനരേഖയും വയസ്സ് തെളിയിക്കുന്ന രേഖയും ഒക്കെ പരിശോധിച്ച് അതാത് സ്ഥലങ്ങളിൽ തന്നെ പരിശോധിച്ച് റിട്ടേണിംഗ് ഓഫീസർമാരാണ് തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത്. അങ്ങനെ പേര് ചേർത്തിട്ടുള്ള ആളുകളെയാണ് വീണ്ടും പുനഃപരിശോധിക്കണമെന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം ബീഹാറിലെ 2.6 കോടി വോട്ടർമാരെ വീണ്ടും അവർ ഈ ഇന്ത്യൻ പൗരന്മാരാണോ എന്ന് പരിശോധിക്കുകയാണ്. ഇത് ഇന്ത്യയിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഇതിനെ എതിർക്കുന്നുണ്ട്. കോൺഗ്രസ് അടക്കമുള്ള RJD അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ കോടതിയെ സമീപിക്കുമെന്നും പറയുന്നുണ്ട്. എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെയൊരു സാഹസത്തിന് മുതിരുന്നത്? ഇത് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അധികാരത്തിന് പുറത്തുള്ള കാര്യമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇവിടുത്തെ പോലീസിങ്ങിലോ അല്ലെങ്കിൽ ആഭ്യന്തര സുരക്ഷയിലോ യാതൊരു ഉത്തരവാദിത്വവുമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉത്തരവാദിത്തം വോട്ടർ പട്ടികയിൽ പ്രസിദ്ധീകരിക്കുക, തെരഞ്ഞെടുപ്പുകൾ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അതിൻ്റെ സമയബന്ധിതമായി നടത്തുക എന്നതാണ് അതിനുവേണ്ടി സ്ഥാപിതമായത്. പക്ഷേ അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു നടപടി സ്വീകരിക്കുന്നത് എന്ന് പരിശോധിച്ചാൽ ഇന്ത്യയിലെ ഭരണകൂടത്തിൻ്റെ സ്വഭാവം കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടി വരും. ഇലക്ഷൻ കമ്മീഷൻ്റെ നിയമനം തന്നെ യഥാർത്ഥത്തിൽ അതിൻ്റെ നിഷ്പക്ഷത കളഞ്ഞു കുളിക്കുന്ന രീതിയിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ പാവയായി മാത്രമാണ് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ നിയമിക്കപ്പെടുന്നത്. നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയമനത്തിൽ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായിരുന്നുവെങ്കിൽ അതിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ മാറ്റിയിട്ട് പകരം പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന മറ്റൊരു മന്ത്രിയുമാണ്. അതായത് ഇപ്പോഴത്തെ അവസ്ഥയിൽ അമിത്ഷായും നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും ചേർന്നാണ്, രാഹുൽ ഗാന്ധിയുടെ വിയോജിപ്പോടുകൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നിയമിച്ച കൃത്യമായി ഭരണകൂടത്തിൻ്റെ പാവയായി മാറുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തീവ്രമായ വോട്ടർ പട്ടിക അവലോകനത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സാധാരണഗതിയിൽ വോട്ടർ പട്ടികയെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരാൾക്ക് അയാളുടെ ജനന സർട്ടിഫിക്കറ്റ്, അയാളുടെ താമസ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അയാൾക്ക് അനുയോജ്യമായ ബൂത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുകയാണ് ഇലക്ട്രൽ രജിസ്റ്റർ ഓഫീസർ ചെയ്യുന്നത്. ആ ഇലക്ട്രൽ രജിസ്റ്റർ ഓഫീസർമാരാണ് വോട്ടർ പട്ടികയ്ക്ക് അംഗീകാരം ചെല്ലുന്നത്. അത് CEO പരിശോധിക്കും. അതിന് ശേഷമാണ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. അങ്ങനെ പ്രസിദ്ധീകരിക്കപ്പെടുന്ന വോട്ടർ പട്ടിക 2003 ശേഷം 2003 ജനുവരി 1 ശേഷം വോട്ടർ പട്ടികയിൽ പേര് ചേർത്തണം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 21 വർഷക്കാലത്തെ വോട്ടർ പട്ടികയിലുള്ള ആളുകളുടെ വോട്ടുകളെയാണ് വീണ്ടും പരിശോധിക്കുന്നത്. അത്തരം വോട്ടർമാരെയാണ് പരിശോധിക്കുന്നത്. പുതിയ വോട്ടർമാർ ചേർക്കുന്നതിനല്ല. പുതിയ വോട്ടർമാർ ചേർക്കുമ്പോൾ ഇത് പരിശോധിച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ നേരത്തെ പരിശോധിച്ച് ചേർത്തിട്ടുള്ള ആളുകളെ വീണ്ടും പരിശോധിക്കുന്നതിൻ്റെ ഉദ്ദേശമില്ല. NRC എന്ന് പറയുന്ന ഒരു സംവിധാനം ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. അത് കൊണ്ടുവരുമെന്നാണ് ഇപ്പോഴും ആഭ്യന്തരമന്ത്രി പറയുന്നത്. ഇന്ത്യയിലെ പൗരത്വ നിയമം വന്നത് 2019 പൗരത്വ നിയമത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. പൗരത്വ നിയമം വന്നപ്പോൾ വലിയ പ്രക്ഷോഭങ്ങളുണ്ടായി. ഇപ്പോഴും പൗരത്വ നിയമം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലെ പൗരത്വ നിയമം കൊണ്ടുവന്നപ്പോൾ ഇന്ത്യയിലെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളാണ് ഏറ്റവും വലിയ പ്രക്ഷോഭം ഉയർത്തിയത്. എല്ലാ മതേതര പാർട്ടികളും അതോടൊപ്പം ഉണ്ടായിരുന്നു. മുസ്ലിങ്ങളുടെ പൗരത്വത്തെക്കുറിച്ചാണ് ചോദ്യം ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നത് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും മുസ്ലിങ്ങളുടെ പൗരത്വത്തെക്കുറിച്ച് ഒരു ക്വസ്റ്റ്യനും ഉയരുന്നില്ലല്ലോ എന്ന ചോദ്യങ്ങൾ ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. അതിൻ്റെ ഉത്തരമാണ് യഥാർത്ഥത്തിൽ NRC നടപ്പിൽ വരുത്തുമ്പോഴാണ് പൗരത്വ നിയമം നടപ്പിൽ വരുത്തുന്നതിൻ്റെ യഥാർത്ഥ ഫലം ഉണ്ടാവും. ഇപ്പോൾ NRC അന്നത്തെ പ്രക്ഷോഭത്തിൻ്റെ ശക്തി കാരണം NRCയുടെ വേഗത കുറയ്ക്കാൻ സർക്കാർ നിർബന്ധിതരായി. ഇപ്പോൾ NRCയെ മറ്റൊരു പിൻവാതിലൂടെ കൊണ്ടുവരാനുള്ള ടെസ്റ്റ് ഡോസാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആരുടെയൊക്കെ പൗരത്വം നിഷേധിക്കപ്പെടാൻ സർക്കാരിന് സാധ്യമാകും. ഇപ്പോൾ ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് ഇപ്പോൾ 2003 മുതൽ വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത ആളുകൾ വീണ്ടും അവരുടെ ജനനരേഖയും മറ്റുമായി പൗരത്വരേഖയും ഒക്കെ കൊണ്ടുവരിക എന്ന് പറയുന്നത് നിശ്ചിതമായ സമയബന്ധിതമായ ഒരു ഘട്ടത്തിനുള്ളിൽ എളുപ്പമല്ല. ഇന്ത്യയിൽ അത്തരം രേഖകൾ കിട്ടുന്ന രീതിയിൽ സുതാര്യമല്ല ഇന്ത്യയിലെ ഓഫീസ് സംവിധാനങ്ങൾ. ജനങ്ങൾ തന്നെ അത്തരം സംവിധാനങ്ങളിൽ കടന്നു പോകുന്നത് പര്യാപ്തമായ അവസ്ഥയിലുമല്ല. അപ്പം അങ്ങനെയുള്ള ഈ രാജ്യത്ത് ഇത്തരമൊരു കാര്യം വളരെ വേഗം കൊണ്ടുവന്നാൽ ഈ 2.6 കോടി വോട്ടർമാരിൽ ബഹുഭൂരിപക്ഷം പേരും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകും. ആ പുറത്തു പോകുന്നത് ആരായിരിക്കുമെന്ന് ക്വസ്റ്റ്യൻ പ്രത്യേകം പറയേണ്ടതില്ല. ആ പുറത്തു പോകുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളും ദളിതരും ആദിവാസികളും പിന്നോക്ക സമൂഹങ്ങളുമായിരിക്കും. ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയം കൂടിയുണ്ട്.
അപ്പോൾ മുസ്ലിങ്ങളും ദളിതരും ആദിവാസികളും പിന്നോക്ക സമൂഹങ്ങളും പട്ടികയിൽ നിന്ന് പൗരത്വ പട്ടികയിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാതാകുമ്പോൾ അവരുടെ പൗരത്വം ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാൻ സാധിക്കും. ആഭ്യന്തര ഭരണകൂടങ്ങൾ അത്തരം ആളുകളെ അന്യവൽക്കരിക്കാൻ അവരെ പുറന്തള്ളാനുള്ള നീക്കങ്ങൾ ആരംഭിക്കും. ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറന്തള്ളുന്നതിന് ബീഹാറിലെ രാഷ്ട്രീയ സാഹചര്യം കൂടി പരിശോധിക്കണം. ബീഹാറിൽ യഥാർത്ഥത്തിൽ ഭരണകക്ഷി അതിശക്തമായ വെല്ലുവിളി നേരിടുകയാണ്. അവിടെ RJDയും കോൺഗ്രസും അടങ്ങുന്ന പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായ നിലയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സന്നദ്ധമായിരിക്കുന്ന സമയത്താണ് ഈ വക കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ RJDക്കും കോൺഗ്രസിനും പിന്തുണയ്ക്കുന്ന ജനവിഭാഗങ്ങളെ പുറന്തള്ളുകയാണ്. RJD, കോൺഗ്രസ്, ഇടതുപക്ഷ സഖ്യമാണ് അവിടെ പ്രതിപക്ഷത്തേക്കുള്ളത്. അപ്പോൾ ഈ ജനവിഭാഗങ്ങളെ, അവർക്ക് വോട്ട് ചെയ്യുന്ന ജനവിഭാഗങ്ങളെ പുറന്തള്ളാനുള്ള നീക്കമാണ് ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നത്. 2.6 കോടി വോട്ടർമാരിൽ 1 കോടി വോട്ടർമാരെങ്കിലും പുറന്തള്ളിയാൽ അതിൻ്റെ ബീഹാറിൻ്റെ റിസൾട്ടിനെ തെറ്റായി കൊണ്ടുവരാൻ സാധിക്കും. മഹാരാഷ്ട്രയിൽ വോട്ടർ പട്ടിക പെറ്റുപെരുകിയത് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ കിടന്ന് വോട്ടർമാരുടെ എണ്ണത്തെക്കാൾ കൂടുതൽ വോട്ടുകൾ രേഖപ്പെടുത്തപ്പെട്ടത് ഒക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു കാര്യം യഥാർത്ഥ വോട്ടർമാരെ പുറന്തള്ളുന്ന ഒരു കാര്യത്തിലേക്ക് വരുന്നത്. ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ അധികാര പരിധി മറികടന്ന് ഭരണഘടനാ വിരുദ്ധമായ നീക്കങ്ങൾ നടത്തുന്ന ഒരു ഭാഗത്ത്, മറുഭാഗത്ത് രാഷ്ട്രീയമായി പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാനുള്ള നീക്കം നടത്തുന്നു. അതിനോടൊപ്പം തന്നെ NRC കൊണ്ടുവരാനുള്ള ഒരു ടെസ്റ്റ് ഡോസ് കൂടിയാണ് ബീഹാർ. ഇതിനെ ചെറുത്ത് തോൽപ്പിച്ചില്ലെങ്കിൽ വലിയ അപകടമായിരിക്കും രാജ്യത്ത് വരിക. ഏതായാലും ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെ നിയമപരമായി ചോദ്യം ചെയ്യും എന്നാണ് പറയുന്നത്. നിയമപരമായ ചോദ്യം ചെയ്യൽ എത്ര വേഗത്തിലാണ് നടക്കുന്നത് എന്നതൊക്കെ ഇന്ത്യയിലെ നിയമ സംവിധാനത്തെക്കുറിച്ച് നമുക്കറിയാം. എന്തായാലും ആ ചോദ്യം ചെയ്യൽ അനുകൂലമായ ഒരു കാര്യം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാമെന്നേ ഉള്ളൂ. അതോടൊപ്പം തന്നെ അനുകൂലമായാലും പ്രതികൂലമായാലും ശക്തമായ ജനകീയ മുന്നേറ്റം. NRC എന്തുകൊണ്ടാണ് വൈകിച്ചത്? ജനകീയ മുന്നേറ്റം കൊണ്ടാണ്. അത്തരം ജനകീയ മുന്നേറ്റങ്ങൾ മാത്രമാണ് ഇത്തരം നടപടികൾ ചെറുക്കാൻ കഴിയുക. അപ്പോൾ ഈ ജനാധിപത്യപരമായിട്ടുള്ള ഒരു സമീപനം രാജ്യത്തെ സർക്കാരിൽ നിന്ന് നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാൻ വയ്യാതിരിക്കുന്ന സാഹചര്യമാണ്. ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ നീക്കത്തെ നാം എല്ലാവരും ചെറുത്ത് തോൽപ്പിച്ചേ മതിയാവൂ. ഇല്ലെങ്കിൽ ഭാവിയിൽ ഇന്ത്യ അപകടകരമായൊരു സ്ഥിതിയിലേക്ക് വരും. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.